ഇന്നത്തെ റെസിപ്പി പഴം പത്തിരിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പഴം പത്തിരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഴത്തിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഴത്തിന്റെ മധുരവും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പഞ്ചസാര ചേർത്ത് മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയും പഞ്ചസാരയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദ നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ കരിഞ്ജീരകവുമാണ്. ഈ ഒരു കരിഞ്ജീരകം നിങ്ങൾ തീർച്ചയായും ചേർത്ത് കൊടുക്കണം. ഈ ഒരു കരിഞ്ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. അതുകൊണ്ട് നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിൽ ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ നല്ല കട്ടിയും അല്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് പഴം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം പത്തിരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാനിന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തീ കുറച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കളർ മാറി കരിഞ്ഞു പോകും. പക്ഷെ ഉൾഭാഗം വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിൽ പഴയലുള്ളത് കൊണ്ട് തന്നെ പഴയല നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു മാവ് എണ്ണയിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എണ്ണ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ പൊങ്ങി വരും. ഇതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് നന്നായിട്ട് കളർ മാറി വരും. ഇതുപോലെ നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് കളറെല്ലാം മാറി കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവ് വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.